ബിഗ് ബോസ് മലയാളം സീസൺ 6 29-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി മുതൽ ഒരു പുതിയ ബിഗ് ബോസ് വീടാണ് ഏവർക്കും കാണാൻ സാധിക്കുന്നത്. അതിനു മുൻപ് തനിക്ക് ശ്രീധുവിനോട് തോന്നിയ തന്റെ ക്രഷ് വെളിപ്പെടുത്തുകയാണ് രശ്മിൻ. ശ്രീധുവും രശ്മിനും ഗാർഡൻ ഏരിയയിൽ കിടക്കുമ്പോഴാണ് രശ്മിൻ തനിക്ക് ശ്രീധുവിനോട് ക്രഷ് ഉണ്ടെന്ന് പറയുന്നത്. എന്നാൽ ഇതുവരെ തോന്നാത്ത ഒരു ക്രഷ് പെട്ടെന്ന് രശ്മിന് എവിടുന്ന് വന്നുവെന്നാണ് ഏവരും ചോദിക്കുന്നത്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ശ്രീധു ഉൾപ്പെടുന്ന ടീമായ 10നെ കുറിച്ച് പുറത്ത് നല്ല പേരാണെന്ന് ഒരു സൂചന നൽകിയിരുന്നു. അത് പറഞ്ഞതോടെയാണ് രശ്മിന്റെ ക്രഷ് വെളിപ്പെടുത്തലുണ്ടായത്. അതുകൊണ്ട് തന്നെ ശ്രീധുവിനൊപ്പം ചേരാനുള്ള ശ്രമമാണോ രശ്മിൻ നടത്തുന്നതെന്ന ചോദ്യവും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നാൽ ഹൗസിലുള്ള സൗഹൃദവും കോംബോയുമെല്ലാം അതിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത്തവണ ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഒരു മാറ്റിപ്പിടിക്കലാണ് വൈൽഡ് കാർഡ് എൻട്രികളുടെ കാര്യത്തിൽ നടന്നത്. കാരണം 6 പേരാണ് ഒറ്റ ദിവസം കൊണ്ട് ഹൗസിനുള്ളിലേക്ക് കയറിയത്. അതേസമയം ബിഗ് ബോസ് വീട്ടിലെ നിലവിലെ മത്സരാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചാണ് 6 പുതിയ മത്സരാർത്ഥികൾ എത്തിയതും വീട്ടുകാരുമായി ഇടപഴകിയതും. സോങ് പ്ലേ ചെയ്തപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം എത്തിയത് വൈൽഡ് കാർഡായ നന്ദനയാണ്. അതിനുശേഷം വന്നത് അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറുമാണ്. അതിനുശേഷമാണ് സായി കൃഷ്ണയും DJ സിബിനും പൂജ കൃഷ്ണയും വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ 6 പേരും ഹൗസിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. ഇനിയാണ് പുതിയ കളികൾ കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചയിലെ ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റനാണ് ജാസ്മിൻ. ഇത്തവണ വളരെ വിശേഷപ്പെട്ട അധികാരങ്ങളാണ് ക്യാപ്റ്റന് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത്. അതിലൊന്നാണ് പവർ ടീമിനെ ക്യാപ്റ്റന് നേരിട്ട് തിരഞ്ഞെടുക്കാമെന്നത്. ജാസ്മിൻ പവർ ടീമിലേക്ക് ഗബ്രിയെയും രശ്മിനെയും അർജുനെയും അപ്സരയുമാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിലും ജാസ്മിൻ സ്വന്തം താല്പര്യം കാണിച്ചു എന്ന് തന്നെ പറയാം. കാരണം ജാസ്മിന്റെ സൗഹൃദ വലയത്തിൽ നിന്നവരെയാണ് ജാസ്മിൻ പവർ ടീമിലേക്ക് സെലക്ട് ചെയ്തത്. എന്നാൽ അവിടെയും ജാസ്മിന് ബിഗ് ബോസ് കൊടുത്തത് ഒരു മുട്ടൻ പണിയാണ്. ഗബ്രി പവർ ടീമിലേക്ക് പോയതോടെ പവർ ടീമിന്റെ റൂമിലാണ് ഇനി ഗബ്രിയുടെ താമസം. എന്നാൽ ക്യാപ്റ്റൻ ഈ റൂമിൽ കയറാനുള്ള അധികാരം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ മുതൽ ക്യാപ്റ്റന് പവർ റൂമിലേക്ക് കയറാനുള്ള അധികാരം ബിഗ് ബോസ് നിഷേധിച്ചിരിക്കുകയാണ്. അതോടെ ബിഗ് ബോസ് തന്നെ ജാസ്മിനെയും ഗബ്രിയെയും 2 വഴിക്കാക്കിയിരിക്കുകയാണ്. മാത്രമല്ല പുതിയ വൈൽഡ് കാർഡ് അംഗങ്ങളെ ഉൾപ്പെടെ ഓരോ ടീമുകളാക്കി അവർക്കുള്ള ഡ്യൂട്ടിയും ക്യാപ്റ്റനായ ജാസ്മിൻ വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. 6 പേരിൽ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറാൻ അഭിഷേക് ശ്രീകുമാറിന് സാധിച്ചു. വന്ന ദിവസം തന്നെ പലരുമായി അഭിഷേക് ഉടകുന്നുണ്ട്. അടിയിടാനും കണ്ടന്റ് ഉണ്ടാക്കാനും മാത്രം വീട്ടിലേക്ക് വന്നതുപോലെയായിരുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ പെരുമാറ്റം. വന്നപ്പോൾ മുതൽ ജാൻമണിയെയും വൈൽഡ് കാർഡായി എത്തിയ അഭിഷേക് ജയദീപിനെയുമാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വ്യക്തമാണ്. വൈൽഡ് കാർഡ് താരങ്ങളോട് ബിഗ് ബോസ് സ്വയം പരിചയപ്പെടുത്താനും വീട്ടിലെ ഓരോ അംഗങ്ങളെ കുറിച്ച് സംസാരിക്കാനും പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും അഭിഷേക് നടത്തിയ പരാമർശം ഏവർക്കും കുറിക്കൊള്ളുന്നതായിരുന്നു. തന്റെ ഹോമോഫോബിക് സ്ത്രീവിരുദ്ധ പ്രസ്താവനകളിലൂടെ വിവാദത്തിലായ വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ. ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വിലക്കും താരം നേരിട്ടിരുന്നു. എന്നാൽ ബിഗ് ബോസ് വീട്ടിലും അഭിഷേക് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. ബിഗ് ബോസ് വീട്ടിലെത്തിയ മറ്റൊരു വൈൽഡ് കാർഡായ അഭിഷേക് ജയദീപ് തന്റെ പേര് പറയുന്നതിനിടെയായിരുന്നു സംഭവം. തന്റെ പേര് അഭിഷേക് കെ ജയദീപ് ആണെന്ന് പറഞ്ഞപ്പോൾ കെ എന്താണെന്ന് അഭിഷേക് ശ്രീകുമാർ ചോദിച്ചു. അത് വീട്ടുപേരാണെന്ന് അഭിഷേക് ജയദീപ് പറഞ്ഞപ്പോൾ താൻ കരുതിയത് മറ്റൊന്നായിരുന്നു എന്നാണ് അഭിഷേക് ശ്രീകുമാറിന്റെ പ്രതികരണം. ഗേ ആയ അഭിഷേക് ജയദീപിന്റെ ജെൻഡർ ഐഡന്റിറ്റിയെ അവഹേളിക്കുന്നതായിരുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ ഈ പരാമർശം. ആദ്യ ദിനം തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതോടെ നിലവിൽ ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികളും അഭിഷേക് ശ്രീകുമാറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതോടെ ആദ്യ ദിനം തന്നെ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജാൻമണിക്കൊപ്പം തന്നെ അഭിഷേക് ശ്രീകുമാറും എത്തി. ശ്രീരേഖ, ഋഷി, നോറ, ശ്രീതു, ശരണ്യ, അൻസിബ, അഭിഷേക് ശ്രീകുമാർ, ജാൻമണി, ജിൻഡോ തുടങ്ങിയവരാണ് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിലെത്തിയത്. വളരെ പ്രതീക്ഷയോടെ എത്തിയ മറ്റൊരു വൈൽഡ് കാർഡ് ആയിരുന്നു സായി കൃഷ്ണ. എന്നാൽ ആദ്യ ദിനം തന്നെ ആ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് സായി കൃഷ്ണ. കാരണം പുറത്തു നടക്കുന്ന ഓരോ കാര്യങ്ങളും ജാസ്മിൻ ഗബ്രി വിഷയവും ഇരുവർക്കും വന്ന നെഗറ്റീവുകളും ജാസ്മിന്റെ പ്രതിശ്രുതപരനായ അഫ്സലിന്റെ ഓഡിയോ പുറത്തു വന്ന വിവരമടക്കം വരെ സായി കൃഷ്ണ ജാസ്മിനോട് പറയുകയാണ് ചെയ്തത്. അത് കേട്ടതോടെ ജാസ്മിൻ ആകെ തകർന്ന അവസ്ഥയാണ്. അതോടെ ജാസ്മിൻ രശ്മിനോടും പുറത്തു നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നാലെ സായി കൃഷ്ണയ്ക്ക് ബിഗ് ബോസ് വാണിംഗ് നൽകുകയും ചെയ്യുന്നുണ്ട്. പുറത്തെ കാര്യങ്ങൾ താരങ്ങളോട് പറയാൻ പാടില്ലെന്നാണ് ബിഗ് ബോസ് വീട്ടിലെ നിയമം. ഇത് ലംഘിക്കാൻ പാടില്ലെന്ന് സായി കൃഷ്ണയോട് ബിഗ് ബോസ് പറഞ്ഞു. പുറത്തു നിന്നും വന്ന മറ്റു വൈൽഡ് കാർഡ് എൻട്രികളോടും ഇക്കാര്യം ബിഗ് ബോസ് പറയുന്നുണ്ട്. പുലിയായി വന്ന സായി കൃഷ്ണ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പ്രേക്ഷകർ പോലും ചിന്തിച്ചത്. ഏതായാലും സോഷ്യൽ മീഡിയയിലും സായി കൃഷ്ണയ്ക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട്. അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.